അപ്പോൾ ഇന്ന് നമ്മൾ പോണത് പറപ്പൂക്കാവ് അമ്പലത്തേക്കാണ് കേട്ടോ. പറ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴായിരുന്നു നമ്മുടെ അവിടെയുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരും പറ വയ്ക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ അവിടേക്ക് പറ വയ്ക്കാൻ വേണ്ടി വരും കേട്ടോ. പക്ഷെ നമുക്ക് പറ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ വന്നിട്ട് പറ വെച്ചിരിക്കണേ. അതിൻ്റെ ഇടയിൽ ഒരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കാണാൻ പറ്റി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ തിരക്കും കുറേ പേര് പറ വയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞുണ്ണിയുടെ ചോറൂണുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദൈവത്താനുണ്ടേ, തെക്കേലൊരു ചെമ്മന്താനുണ്ടേ, തിന്താരേ തിന്താതകതിന്തൈത്താരാ, തിന്താരേ തിന്താതകതിന്തൈത്താരാ, ചെമ്മത്ത് വഴണ മടവതിമാരുണ്ടേ, മടവതി മാരാവരിയില്ലക്കാരുനാലേ, തിന്താരേ തിന്താതകതിന്തൈത്താരാ, തിന്താരേ തിന്താതകതിന്തൈത്താരാ, തെക്കേലൊരു ദൈവത്താനുണ്ടേ, തെക്കേലൊരു ചെമ്മന്താനുണ്ടേ, തിന്താരേ തിന്താതകതിന്തൈത്താരാ, തിന്താരേ തിന്താതകതിന്തൈത്താരാ, ചെമ്മത്ത് വഴ. അങ്ങനെ പറയൊക്കെ വെച്ച് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. കയറി തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ ഇതോ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ പിന്നെ പൊങ്കാലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേച്ചിമാരൊക്കെ വന്നിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നിന്നു കുറച്ച് നേരം. അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. കലായാലും വിറക്കും തേങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ പറഞ്ഞ്. അതൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് കഞ്ഞി കുടിക്കാനായിരുന്നു. അമ്പലത്തിൽ തന്നെ ഉണ്ട് കേട്ടോ കഞ്ഞി. അപ്പോൾ കഞ്ഞി ആദ്യം എനിക്ക് കഞ്ഞിയും അച്ചാറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കേട്ടോ പയർ പേര് എന്തോ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. ഏറ്റവും അവസാനം ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ബൈ.